സാറേ, ഡൊണാൾഡ് ട്രംപ് അതുപോലെ തന്നെ JD വാൻസ് ഇവരൊക്കെ തന്നെ ചുമതലയേറ്റു. അതിനുശേഷം ഒരു നൃത്ത പരിപാടിയൊക്കെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ അവിടെ അതിനിടയിൽ ഒരു ഭീകരവാദി സാന്നിധ്യം ഉണ്ടായെന്ന് കേൾക്കുന്നുണ്ടോ? അങ്ങനെ സംഭവിച്ചായിരുന്നു. അപ്പോൾ ഈ സ്വയറിംഗ് ഇൻ സെറമണി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ദർ വർ 3 balls, അതായത് വലിയ പാർട്ടി, അതിൻ്റെ കൂടെ ഡാൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ മെലാനിയയും ട്രംപും കൂടി ഡാൻസ് ചെയ്തു. പിന്നെ ഉഷ ചിലുക്കുരിയും വാൻസ് വൈസ് പ്രസിഡൻറ്റും കൂടി ഡാൻസ് ചെയ്തു. അതൊക്കെ അങ്ങനെ ഒരു വഴിക്ക് നടക്കുന്നു. പിന്നെ വേറൊരു വശത്ത് USA എന്ന് പറഞ്ഞിങ്ങനെ ചാൻറ്റ് ചെയ്തുകൊണ്ട് നാമം ജപിക്കുന്ന പോലെ ഇങ്ങനെ ഈ USA എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഇതൊക്കെ നടക്കുന്നതിനിടയിൽ ഈ ഉഷയും വാൻസും ഡാൻസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക്, മെലാനിയൻ ട്രംപും ഡാൻസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ പെട്ടെന്ന് വേറെ എന്തോ ഒരു ശബ്ദം കേട്ടു. ആദ്യം സിന്ദാബാദ് എന്ന് കേട്ടു, പിന്നെ ഖലിസ്ഥാൻ സിന്ദാബാദ് എന്ന് കേട്ടു. അപ്പോൾ ഈ USA എന്ന് പറയുന്നതിനിടയ്ക്ക് ഖലിസ്ഥാൻ സിന്ദാബാദ് എന്ന് പറഞ്ഞ അവിടെ ഒരു മുദ്രാവാക്യം. അപ്പോഴാണ് ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചൊരു പലരും വന്നവരിൽ ഒരാളെന്നുള്ള രീതിയിൽ അത്ര വലിയ ശ്രദ്ധ നൽകിയില്ല. പക്ഷേ അവിടെ ഉള്ള ഇന്ത്യക്കാർക്കൊക്കെ പെട്ടെന്ന് അദ്ദേഹത്തെ സ്ട്രൈക്ക് ചെയ്താണ്. കാരണം അദ്ദേഹത്തിൻ്റെ പേര് ഗുർപത് വന്ത് സിംഗ് എന്നാണ്. ഗുർപത് വന്ത് സിംഗ് പന്നൂൻ. അപ്പോൾ ഈ പന്നൂൻ അദ്ദേഹം സിഖ്സ് ഫോർ ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള സിഖുകാരുടെ ഒരു വിഘടനവാദത്തിൻ്റെ ആളാണ്. ആൻഡ് ഹീസ് എ ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അദ്ദേഹത്തെ ടെററിസ്റ്റായിട്ട് നാമകരണം ചെയ്തിട്ട് കഴിഞ്ഞിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ആളാണ് അവിടെ വന്ന് നിന്നിരുന്നത്. നമ്മുടെ ദൃഷ്ടിയിൽ തീർത്തും ഒരു ഭീകരവാദി. പഞ്ചാബിനെ ഇന്ത്യയിൽ നിന്നും പിടിച്ച് ഖലിസ്ഥാൻ ഉണ്ടാക്കാനായിട്ട് നടക്കുന്ന ആൾക്കാരുടെ നേതാവാണ് ഈ ഗുർപത് വന്ത് സിംഗ് എന്ന് പറയുന്ന ആൾ. അപ്പോൾ അവിടെ ബാക്കിയുള്ള ഇന്ത്യക്കാർക്കുണ്ടായ സംശയം ഇതാണ്, ഇദ്ദേഹത്തെ ട്രംപ് ഇൻവൈറ്റ് ചെയ്തിട്ട് വന്നിരിക്കുന്നതാണോ, അതോ ഇങ്ങനെ ഒരാൾ, ഒരു സെപ്പറേറ്റിസ്റ്റ് ഗ്യാങ്ങിൻ്റെ ലീഡറായ ആൾ ആരും ഇൻവൈറ്റ് ചെയ്യാതെ തന്നെ അദ്ദേഹം ഗേറ്റ് ക്രാഷ് ചെയ്ത് വന്നാണോ, അതോ അദ്ദേഹം ഈ പ്രസിഡൻഷ്യൽ ടീമിനെ സ്വാധീനിച്ച് അവർ വഴി അനുമതി നേടിയതാണോ, അതോ ടിക്കറ്റ് എടുത്തിട്ട് വന്നാണോ, ഇങ്ങനെ പല സംശയങ്ങൾ വന്നു. ടിക്കറ്റ് എടുത്ത് വരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിഭീമമായ തുകയാണ് അവർ. 8-9 കോടി രൂപ കൊടുത്തിട്ടാണ് അനിൽ അംബാനി അതുപോലെ തന്നെ നിതാ അംബാനിയൊക്കെ ചെയ്തത്. അല്ല, മുകേഷ് അംബാനി നിതാ അംബാനി. അതെ. അപ്പോൾ മുകേഷ് അംബാനിക്കൊക്കെ അത് മുതലാവും. അദാനി ആലോചിച്ചില്ല എന്നാണ്, അല്ലെങ്കിൽ അദാനിക്കും മുതലാവും, കുഴപ്പമില്ല. പക്ഷേ ഇങ്ങേരെങ്ങനെയാണ് വന്നതെന്നുള്ളത്, ഈ ഗുർപത് വന്ത് സിംഗ് വന്നത് ഇതുപോലെ തുക കൊടുത്തിട്ടാണോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു സ്പെഷ്യൽ ഗസ്റ്റായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, സ്പെഷ്യൽ ഇൻവിറ്റേഷൻ കൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് ആൾക്കാരോട് പറയുന്നു. പക്ഷേ അത് മിക്കവാറും ഹി വാസ് ലൈങ്, അത് നേരെ ആണെന്ന് ആരും വിശ്വസിക്കുന്നുമില്ല. അപ്പോൾ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗുർപത് വന്ത് സിംഗിൻ്റെ സാന്നിധ്യം ഈസ് ഇറ്റ് എ മെസ്സേജ് ടു ഇന്ത്യ. ഇപ്പോൾ ഇവർ അമേരിക്കക്കാർ അറിഞ്ഞിട്ടാണ് ഇദ്ദേഹം വന്നിരിക്കുന്നതെങ്കിൽ അതിൽ ഒരു സന്ദേശം ഇന്ത്യക്കുണ്ട്. അപ്പോൾ ഹി വാസ് സ്റ്റാൻഡിങ് ഓൺലി മീറ്റേഴ്സ് എവേ ഫ്രം ട്രംപിൻ്റെ ഏതാനും തൊട്ടടുത്ത് തന്നെയെന്ന് പറയാം. അങ്ങനെയാണ് നിന്നത്. അപ്പോൾ ഇത്രയും അടുത്ത് വന്ന് നിൽക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയപ്പോൾ എന്താണ് ഇതിൻ്റെ കാര്യം എന്നുള്ളതാണ് ഇന്ത്യക്കാർ പലരും ആലോചിക്കുന്നത്. അത് മാത്രമല്ല, ഇതിനു മുമ്പും ട്രംപിൻ്റെ അടുത്ത് ഈ ഗുർപത് വന്ത് സിംഗ്, ഇപ്പോഴാണെന്ന് ശരിയായിട്ട് പറയാൻ പറ്റും, പല പ്രാവശ്യം പറയാം, ഗുർപത് വന്ത് സിംഗ് ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. അതായത് ഇതിന് മുമ്പത്തെ പ്രാവശ്യം ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായ സമയത്ത് അവിടെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അന്നും ഇദ്ദേഹം അവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്. അന്നും ആൾക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു ഇതെന്താണ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അന്നും അദ്ദേഹത്തിന് സെയിം റിപ്ലൈ ആയിരുന്നു, ഞാനൊരു സ്പെഷ്യൽ ഗസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാര്യം? ഇദ്ദേഹത്തിന് അവിടെ പൊളിറ്റിക്കൽ പേട്രണേജ് ഉണ്ടോ, അതോ പൊളിറ്റിക്കൽ പേട്രണേജ് ഉണ്ടെന്ന് അദ്ദേഹം കാണിക്കാൻ ശ്രമിക്കുകയാണോ? ഇങ്ങനെ പല സംശയങ്ങളും നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിനും മറ്റുള്ളവർക്കും ഇപ്പോൾ ഉണ്ട്. അദ്ദേഹം ടിക്കറ്റ് എടുത്തിരുന്നതാണോ, അതോ ടീം അദ്ദേഹത്തിന് അനുവാദം കൊടുത്താണോ? ഇതൊക്കെയാണ് ഇന്ത്യക്കാർക്ക് ഇപ്പോൾ അറിയാനായിട്ട് താല്പര്യം ഉള്ള വിഷയം. പിന്നെ ഈ അമേരിക്കയിൽ കാര്യം ഇപ്പോൾ ഇന്ത്യ അമേരിക്ക റിലേഷൻ നല്ല ഭംഗിയായിട്ട് പോകുന്നു. പിന്നെ മോഡിയും ട്രംപുമായിട്ട് നല്ല ബന്ധം എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു, അതൊക്കെ കൊള്ളാം. പക്ഷേ ഈ അമേരിക്കക്കാർക്കൊരു സസ്പിഷനുണ്ട്, അതായത് ഇന്ത്യക്കാർ ഇദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ഈ കാനഡയായിട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാനഡയിലും ഇതേപോലെ സെപ്പറേറ്റിസ്റ്റ് ഗാങ്സിൻ്റെ ആൾക്കാരെ കുറച്ച് പേരെ കൊന്നതായിട്ടൊക്കെ പ്രശ്നമുണ്ടായി. പിന്നെ അന്ന് ട്രൂഡോ ഒക്കെ
ചില കുഴപ്പങ്ങളുണ്ടാക്കി. അതുകൂടാതെ ഇപ്പോൾ ഈ നിഖിൽ ഗുപ്ത എന്ന് പറഞ്ഞിട്ട് ഒരാളെ ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇന്ത്യൻ ഇൻ്റലിജൻസിൽ വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസർ, അദ്ദേഹത്തിൻ്റെ പേര് വികാസ് യാദവ് എന്നാണ്, അദ്ദേഹത്തെയും പിടികൂടിയിട്ടുണ്ട് ഇങ്ങനെ കൊലപാതകം നടത്താനായിട്ട് വന്നിരിക്കുന്ന ഇന്ത്യൻ ഏജൻസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ അമേരിക്കയുടെ കാഴ്ചപ്പാട് എന്താണ്? ഈ ഗുർപന്ത്വന്ത് സിംഗിനെ പോലെയുള്ള ആൾക്കാരെ അമേരിക്ക എൻ്റർടൈൻ ചെയ്യുന്നുണ്ടോ? അവരെ അവിടെ വരാൻ അനുവദിക്കുന്നുണ്ടോ? ഇന്ത്യയിലെ ഒരു ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റിനെ അങ്ങനെ അവിടെ കയറ്റാമോ? ഈ വകയൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ കൂടുതലായിട്ട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ വന്നിരിക്കുന്ന. സാർ, അതിനകത്ത് ഒരു പ്രശ്നം എന്നറിയില്ല. ഇപ്പോൾ ഈ കാനഡ എന്ന് പറയുന്നത് അമേരിക്കയുടെ കൂടെ ചേരണമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതിന് മുമ്പ് തന്നെ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ജസ്റ്റിൻ ട്രൂഡോ ഇതുവരെ പ്രതീക്ഷിക്കാത്തൊരു നീക്കമാണ് ട്രംപ് നടത്തിയത്. മാത്രമല്ല കാനഡ വലിയൊരു രാജ്യമാണ്, അമേരിക്കയോടൊപ്പം ചേർന്ന് നമുക്ക് വലിയ രാജ്യമായിട്ട് നിൽക്കാം. മാത്രമല്ല പല രാജ്യക്കാരും കാനഡയിൽ എത്തിയതിന് ശേഷം അവിടെ നിന്ന് നുഴഞ്ഞു കയറിയാണ് അമേരിക്കയിൽ പൗരത്വം നേടുന്നത്. അപ്പോൾ ഇതൊക്കെ ട്രംപ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഗുർപന്ത്വന്ത് സിംഗ് പന്നുവിനെ എപ്പോഴും അനുകൂലിക്കുന്ന അല്ലെങ്കിൽ പിന്തുണ നൽകുന്നത് ജസ്റ്റിൻ ട്രൂഡോ ഭരണകൂടമായിരുന്നു. കാരണം ഖലിസ്ഥാൻവാദികൾ എന്നറിയപ്പെടുന്ന അവർ വലിയ സമ്പന്നന്മാരാണ്, അവർ വലിയ വോട്ട് ബാങ്കാണ്. അതുകൊണ്ട് തന്നെ ഈ ട്രൂഡോയുടെ പാർട്ടിക്കാർ എപ്പോഴും അവരെ സഹായിച്ചിരുന്നു. പക്ഷേ ഈ നിലവിൽ ഈ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. മാത്രമല്ല ഈ പറയുന്ന ഖലിസ്ഥാൻവാദികൾക്ക് വലിയ സഹായം ചെയ്തുകൊണ്ട് കാനഡക്കാർക്കിടയിൽ തന്നെ ട്രൂഡോയ്ക്ക് ഒരു മതിപ്പില്ലാതായി, അദ്ദേഹത്തിന് ഒരു ഭൂരിപക്ഷം ഇല്ലാതായിരുന്നു. അതുകൊണ്ടാണ് ട്രൂഡോ രാജിവെക്കേണ്ടി വരുന്നത്. മാത്രമല്ല ഇല്ലെങ്കിൽ കൂടുതൽ നാണക്കേടിലേക്ക് അത് എത്തുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ ഗുർപന്ത്വന്ത് സിംഗ് പൻവൻ എന്ന് പറയുന്ന ആൾ വലിയ സമ്പന്നനാണ്, ഈ ഖലിസ്ഥാൻവാദികളുടെ പിന്തുണയുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് വേണമെങ്കിൽ 8-9 കോടി മുടക്കി ഒരു ടിക്കറ്റ് എടുത്ത് ഈ ചടങ്ങിൽ പങ്കെടുക്കാം. നിലവിൽ മുകേഷ് അംബാനിയും നിത അംബാനിയും ആ ചടങ്ങിൽ പങ്കെടുക്കുകയും ഇരുവരും ട്രംപിൻ്റെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോകളും പുറത്തു വന്നു. അപ്പോൾ ഇത്രയും കോടികൾ ആ രാജ്യത്തിന്, പ്രത്യേകിച്ച് ട്രംപിൻ്റെ പാർട്ടിക്ക് സംഭാവന ചെയ്താൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കാം, മീറ്ററുകൾക്ക് അടുത്ത് നിൽക്കാം, അദ്ദേഹത്തിൻ്റെ സുരക്ഷാ സംവിധാനമൊക്കെ ഓക്കെയാണ്. പക്ഷേ ഈ സന്ദേശം വളരെ കറക്റ്റാണ്. കാരണം ഇന്ത്യക്കാർ നിങ്ങൾ ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചാൽ, ഖലിസ്ഥാൻവാദികളെ തീർക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് ട്രംപുമായി ബന്ധമുണ്ട് എന്നൊരു പരോക്ഷ സന്ദേശം. മാത്രമല്ല യു എസ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു നാഷണലിസ്റ്റ് വികാരം അവിടെ വരുമ്പോഴാണ് ഈ ഖലിസ്ഥാൻ സിന്ദാബാദ് എന്ന് കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഇത് ഇഞ്ചക്റ്റ് ചെയ്യണമെങ്കിൽ കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്. അപ്പോൾ ഇത്രയും നാൾ അവിടെ ഡീപ് സ്റ്റേറ്റ് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ നടപ്പാക്കുന്നു. ട്രംപ് വരുമ്പോൾ ഡീപ് സ്റ്റേറ്റിനെ ഒഴിവാക്കുന്നു. ഒപ്പം ഈ പറയുന്ന ബൈഡൻ ഭരണകൂടം മാറി നിൽക്കുന്നു. അപ്പോൾ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു പരോക്ഷ പിന്തുണ ഈ പറയുന്ന ഖലിസ്ഥാൻവാദി സിന്ദാബാദ് അവിടെ മുഴങ്ങാനൊരു കാരണമായി. അല്ലെങ്കിൽ വൈറ്റ് ഹൗസ് പോലെ ലോകത്ത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ട്രംപും അതുപോലെ വൈസ് പ്രസിഡന്റ് ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഡാൻസ് ചെയ്യുന്ന ചടങ്ങിൽ ഇതുപോലെ ഒരാൾ കടന്നു വരിക എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മൾ ആഗോളതലത്തിൽ ഇയാൾ ടെററിസ്റ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു സന്ദേശം നൽകിയിട്ട് മോദി നിങ്ങൾ നോക്കിക്കോ ഞാനും ട്രംപൂടെ അടുപ്പക്കാരനാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പരത്തുക എന്നൊരു ഉദ്ദേശം ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു ധാരണ പരത്താൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്, ഈ ഗുർപന്ത്വന്ത് സിംഗ്. പക്ഷേ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയിൽ ഇവരൊരു വലിയ ഫോഴ്സാണ് ഈ സിഖുകാരെന്ന് പറഞ്ഞത്. അതായത് ഇന്ത്യയിൽ ഉള്ളതിനേക്കാൾ കൂടുതലാണ് അവിടെ സിഖുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോട്ട് ഇൻ ടേംസ് ഓഫ് നമ്പർ. ഇന്ത്യൻ പോപ്പുലേഷൻ്റെ എത്ര % ഉണ്ട് സിഖുകാരെന്ന് നോക്കാം. കാനഡിയൻ പോപ്പുലേഷൻ്റെ പെർസെൻറ്റേജ് അതിൽ കൂടുതലാണ് സിഖുകാരുടെ. അതുകൊണ്ടാണ് അവർ വലിയ വോട്ട് ബാങ്ക്. അപ്പോൾ പെർസെൻറ്റേജ് വൈസ് കാനഡയിലാണ്, പെർസെൻറ്റേജ് വൈസ് ആട്ടോ, നോട്ട് ഇൻ ടേംസ് ഓഫ് നമ്പർ. അപ്പോൾ പെർസെൻറ്റേജ് വൈസ് കാനഡയിൽ സിഖുകാർ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ട്രൂഡോ ഇത്രയും താല്പര്യം എടുത്തിരുന്നത്. അപ്പോൾ ട്രൂഡോ ഇവിടെ പണ്ട് കർഷക സമരം നടത്തി അവിടെ സിഖുകാർ കുറേ വാളൊക്കെ പിടിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ട്രൂഡോ ഭയങ്കരമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം ഈ സിഖുകാരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം സിഖുകാർ അവിടെ നല്ല നമ്പറിൽ ഉണ്ട്. അവിടുത്തെ പോപ്പുലേഷൻ നോക്കുമ്പോൾ നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് സിഖുകാർ അവിടെ ഉണ്ട്. പിന്നെ അമേരിക്കയിൽ വന്ന് ഇതുപോലത്തെ സ്വാധീനമൊന്നും ചെലുത്താൻ മാത്രം ആൾക്കാർ അവിടെ ഉണ്ടെന്ന് തോന്നണല്ലോ, കാനഡയിലുള്ള പോലെ. അപ്പോൾ എന്തായാലും അദ്ദേഹം ഇപ്പോൾ നമുക്ക് ഹീസ് ട്രൈങ് ടു ഇംപ്രസ് അപ്പോണസ് എന്താ അവിടെ നല്ല കോണ്ടാക്റ്റ് ഉണ്ട് അമേരിക്കയായിട്ട്, അവിടുത്തെ പ്രസിഡൻ്റൊക്കെ ആയിട്ട് നല്ല ടേംസിലാണ് എന്ന് വരുത്തി തീർക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്, ഈ പന്നൂൻ. പക്ഷേ അതൊന്നും അത്ര കാര്യമുണ്ടെന്ന് തോന്നില്ല. അമേരിക്കയിൽ അങ്ങനെ സ്വാധീനമൊന്നും അദ്ദേഹത്തിനില്ല. എങ്ങനെയെങ്കിലും അവിടെ കയറിപ്പറ്റി. നമ്മുടെ അംബാനി അവിടെ പൈസ കൊടുത്ത് കയറിപ്പറ്റിയിട്ടുണ്ടാവും, ഇദ്ദേഹം വേറെ എന്തെങ്കിലും സൂത്രത്തിൽ കയറിപ്പറ്റിയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോൾ വേറൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയുടെ പുതിയ സെക്യൂരിറ്റി അഡ്വൈസർ ഉണ്ട്, ജേക്ക് സല്ലിവൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഇന്ത്യയോട് വളരെ സിമ്പതറ്റിക്കാണ്. അതേസമയം അവരുടെ ഒരു അസിസ്റ്റൻറ്റ് അറ്റോർണി ജനറൽ ഉണ്ട്, അവരുടെ പേര് ഹർമിത് ദിലൻ എന്നാണ്. ഹർമിത് ദിലൻ എന്ന് പറഞ്ഞൊരു ലേഡിയാണ്. അവർ അവിടുത്തെ അസിസ്റ്റൻ്റ് അറ്റോർണി ജനറലാണ്. പക്ഷേ ആ കക്ഷി ഈ ഖലിസ്ഥാൻ മൂവ്മെൻറ്റിനോട് വളരെ സിമ്പതിയുള്ള ആളാണ്. ഇന്ത്യൻ ഒറിജിനുള്ള ആളാണ് ഈ ഹർമിത്
ദിലൻ എന്ന് പറഞ്ഞ സിഖുകാരിയാണ്. അവർ വളരെ സിമ്പതി ഇവരോട് ഖലിസ്ഥാൻകാരോട് കാണിക്കുന്നുണ്ട്. ഷീസ് എ നോൺ ഖലിസ്ഥാൻ സിമ്പതൈസർ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ വേറെ ഇപ്പോൾ അമേരിക്കയ്ക്ക് ഇപ്പം ഇനി ഇന്ത്യക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റിൻ ട്രൂഡോ പോയി, ബൈഡനും പോയി. അപ്പോൾ അങ്ങനെ ഇവരോടൊക്കെ എന്തെങ്കിലും അല്പമെങ്കിലും സിമ്പതി കാണിക്കാൻ സാധ്യതയുള്ള ആരും ഇപ്പം ഇല്ല. ആ അവസരം മുതലെടുത്ത് അമേരിക്കയോട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. അതായത് ഇവർക്ക് യാതൊരു കാരണവശാലും ഇവരോട് സിമ്പതി കാണിക്കരുത് എന്നുള്ള ആ മെസ്സേജ് ട്രംപിന് കൊടുക്കാൻ കഴിയണം ഇനിയെങ്കിലും. എന്നാലേ നമുക്ക് അവിടുന്ന് ശല്യം ഇല്ലാതിരിക്കുള്ളൂ. എന്തായാലും ഒരു ഭീകരവാദ ലിസ്റ്റിലുള്ള ജസ്വന്ത് സിംഗ് പന്നുവിനൊക്കെ അവിടെ എത്തുക എന്ന് പറയുന്നത് നമുക്കത്ര സന്തോഷം നൽകുന്ന കാര്യമല്ല. നല്ല സൈനല്ല. പക്ഷേ എന്തായാലും നമുക്ക് ട്രംപിൻ്റെ ഒരു നിലപാടുകളെ കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്നുണ്ട്. ട്രംപ് ഇത്ര ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കും നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ എന്തായാലും കാനഡയുടെ അടുത്ത് ഉള്ള അമേരിക്കയ്ക്കുള്ള സ്വാധീനമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. കാരണം നേരത്തെ കാനഡക്കാർക്ക് ബൈഡൻ്റെ അടുത്ത് വലിയ സ്വാധീനമായിരുന്നു. പക്ഷേ ട്രംപിൻ്റെ അടുത്ത് അത്രയും സ്വാധീനമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഈ പന്നുവിനെ പോലുള്ളവരുടെയൊക്കെ ഇത് ഒന്ന് ആളി കത്തിയിട്ടൊക്കെ അണഞ്ഞു പോകാനാണ് സാധ്യത. നമുക്ക് നോക്കാൻ കാത്തിരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.